ഇപ്പോൾ കെ മുരളീധരൻ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നു. എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട്. പിന്നെ കോൺഗ്രസ്സിലൊരു കീഴ്വഴക്കുണ്ട്. എല്ലാം ഫൈനൽ അതോറിറ്റി എല്ലാ സന്ദർഭങ്ങളിലും പാർലമെൻ്ററി പാർട്ടി നേതാവും PCC പ്രസിഡൻറ്റും ചേർന്നിട്ടാണ് ഫൈനലായിട്ടുള്ള തീരുമാനം അറിയിക്കാറുള്ളത്. അതിനൊരു മാറ്റം ഉണ്ടായത് ശ്രീമാൻ വയലാർ രവി KPC പ്രസിഡൻറ്റും AK ആന്റണി പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്ന ഘട്ടത്തിൽ അന്ന് ലീഡർ ശ്രീ K കരുണാകരനെയും കൂടെ ഒപ്പം ഇരുത്തിയിട്ടാണ് തീരുമാനമെടുത്തിരുന്നത്. അതുപോലെ തെന്നല സാറ് പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലൊഴികെ ബാക്കി എല്ലാ കാലത്തും പാർട്ടി ലീഡറും PCC പ്രസിഡൻറ്റും കൂടിയിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ശ്രീമാൻ ആൻ്റണി ഞാനും ഇരുന്ന സമയത്തും അത് തന്നെയായിരുന്നു. പക്ഷേ അന്ന് ആൻ്റണി പറയാറുണ്ട് ലീഡറോട് ചോദിച്ചിട്ടേ ഫൈനലൈസ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിലെ ഒരു അത്ഭുതമില്ല, അതൊരു പാർട്ടിയുടെ ഒരു കീഴ്വഴക്കാണ്. പക്ഷേ ഇപ്പോൾ ഇന്നലെ രണ്ട് പേരുകളായിരുന്നു വന്നു, അവർക്കെതിരെ രൂക്ഷമായ വിമർശനം VD സതീശൻ ഉൾപ്പെടെ. അങ്ങനെ ഈ ഒരുമിച്ച് പോകണം ഇപ്പോൾ വയനാട് ക്യാമ്പിൽ പോലും തീരുമാനിക്കുന്നു, പിന്നെയും വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. എന്താണ് ഇതിൽ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജനം ജയിപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങ് മറ്റേ ഒരുമിച്ച് നിന്ന് ഇപ്പം സ്ഥാനാർത്ഥി നിർണ്ണയം വലിയ തലവേദന ഇല്ലല്ലോ. പാർലമെൻറ്റിൽ സിറ്റിംഗ് MP മാരോടൊക്കെ മത്സരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വയം മാറുന്നവരുടെ സ്ഥാനത്തേക്ക് മാത്രം പകരം നോക്കിയാൽ പോരെ. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം പോലും ഒരു തലവേദനയല്ല ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ. പിന്നെ എന്തിനാണ് ബഹളം വയ്ക്കേണ്ട ആവശ്യം? എന്താ ഫ്രാക്ഷൻ യോഗം ചേരുന്നത് ശരിയോ തെറ്റോ ഞാൻ പറയുന്നില്ല. കാരണം ഇന്നലെ ഇവരൊക്കെ സീനിയർ നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവരെ ഉപദേശിക്കുകയാണെന്ന് ഞാൻ ആളല്ല. സീനിയർ നേതാക്കൾ തന്നെ പറയുന്നത് ഇവിടെ നയിക്കേണ്ടവർ ശരിയല്ല എന്നുള്ള രീതിയിൽ പ്രതികരണങ്ങൾ വരികയാണ് പരസ്യമായിട്ട് മീറ്റിംഗിന് ശേഷം. പരസ്യ പ്രസ്താവനകൾ നല്ലതാണോ എന്ന് അവർ തന്നെ ചിന്തിച്ചാൽ മതി. പിന്നെ ഞാൻ MLA ആയിരിക്കുമ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ബ്ലോക്ക് പ്രസിഡൻറ്റിനെ ഞാൻ പത്രം വായിച്ചിട്ട് അറിഞ്ഞത്. അതുകൊണ്ട് ആരും എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളൂ. അത് കേരളത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് ഹൈക്കമാൻഡിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അത് സർക്കാർ ഇപ്പം അങ്ങനെയാണല്ലോ. അതായത് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതി കൊടുത്താൽ ഉടനെ വിജിലൻസ് അന്വേഷണം. ഇവർ കട്ടുമുടിക്കുമ്പോൾ ഒരു അന്വേഷണമില്ല. അപ്പോൾ ബാക്കിയുള്ളവരെ പ്രതിരോധത്തിലാക്കി കക്കാനുള്ള CPMൻ്റെ ഗൂഢതന്ത്രമാണ്. ഇത് കൊണ്ടൊന്നും ഞങ്ങൾ പേടിക്കില്ല. ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെ വരട്ടാനും വരണ്ട. VD സതീശനൊന്നും ഒരു ചുക്കും ചെയ്യാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിയില്ല. അതേ സമയത്ത് ഈ സർക്കാരുള്ള പലരും ഭാവിയിൽ അഴിയണ്ണേണ്ടി വരും. അത്രേ ഞാൻ പറയുന്നു. അല്ല, വിമർശിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഒരു എന്താ പറയേണ്ടത്, ഒരു ബഹളത്തിലേക്ക് പോയാൽ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തിയുടെ ഫലമായി 2004 ഉണ്ടായ അനുഭവം എല്ലാവർക്കും ഉണ്ട്, ഞാൻ ഉൾപ്പെടെ. ഞാൻ ബാക്കി ആരും ഞാൻ പറയുന്നില്ല, പിന്നെ ആർക്കും പരാതിയില്ലല്ലോ. അപ്പോൾ 2004 എന്തുണ്ടായി? ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടായി. പക്ഷേ അത് ആസ്വദിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. 2024 ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാവും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കേരളത്തിന് കഴിയണം. അതിന് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകണം. ഏതായാലും വെച്ച ഒരു ബ്ലോക്ക് പ്രസിഡൻറ്റിന് മാറ്റാൻ കഴിയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി മണ്ഡലം തലത്തിലേക്ക് വയ്ക്കുമ്പോൾ കൂടുതൽ ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കും. പക്ഷേ മണ്ഡലം പ്രസിഡൻറ്റുമാരെ വയ്ക്കുന്ന ഇനി നീട്ടി വയ്ക്കാൻ സാധ്യമല്ല. കാരണം പാർലമെൻറ്റ് ഇലക്ഷനാണ് വരുന്നത്. ഈ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മണ്ഡലം പുനഃസംഘടന ഇമ്മീഡിയറ്റ് ആയിട്ട് പൂർത്തിയാക്കണം എന്നാണ് KPCCയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവർ ചെയ്ത ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറ്റി മാർക്കിടാൻ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. ഞാൻ മാർക്കിടുന്നുമില്ല. ഞാനൊരു ഫ്രാക്ഷനിൽ ഞാൻ പങ്കെടുക്കില്ല. എന്നാൽ ആശയവിനിമയം നടത്തണമെങ്കിൽ നടത്താം, ഒരു വിരോധമില്ല. ഇപ്പോൾ രമേശിൻ്റെ വീട്ടിലോ MSൻ്റെ വീട്ടിലോ ഒന്ന് കൂടിയാലോ എനിക്ക് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പോകും. പക്ഷേ ഒരു പൊതുസ്ഥലത്ത് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു യോഗം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പണ്ട് കുറേ നടത്തിയിട്ടുണ്ട്, ഇനി വയ്യ. VD സതീശനും K സുധാകരനും അങ്ങനെ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്, അവരത് എടുത്തു, അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നാണ്. വിമർശിക്കുന്ന ആർക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രസിഡന്റിനോട് പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഇത് മുമ്പേ ഉള്ള ഏർപ്പാടാണ്, ഇത് പുതിയ ഏർപ്പാടല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു കുഴപ്പമില്ല, അവർ നയിക്കുന്നുണ്ട്.